ടു മേക്ക് ഫിറ്റ്. ഇന്ന് നമ്മൾ 1000 MCQന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുകയാണ്. വെൽഡിംഗ് ആണ് പോർഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് ടെസ്റ്റ് എ സഡൻ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ആൻ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒരു സഡൻ ഫോഴ്സ് ആ ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്നത് ഇമ്പാക്റ്റ് ആണോ, ഫെറ്റീഗ് ആണോ, ടെൻസൈൽ ആണോ, ഫ്രീ ബെൻഡ് ആണോ? ആൻസർ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ആണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിന്റെ കളർ എന്താണ്? വൈറ്റ്, ബ്രൗൺ, സിൽവറി ഗ്രേ, സിൽവറി വൈറ്റ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സിൽവറി വൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേജ് റൂട്ട് ക്യാപ്പ് ഇസ് സെറ്റ് ഇൻ വെൽഡിംഗ് പ്രോസസ്. അപ്പോൾ ആ റൂട്ട് ക്യാപ്പ് വെൽഡിംഗ് പ്രോസസ്സിൽ ഏത് സ്റ്റേജിലാണ് സെറ്റ് ചെയ്യുന്നത്? ബിഫോർ വെൽഡിംഗ് സ്റ്റേജ്, ഡ്യൂറിംഗ് വെൽഡിംഗ് സ്റ്റേജ്, ആഫ്റ്റർ വെൽഡിംഗ് സ്റ്റേജ്, ഫിനിഷിംഗ് വെൽഡിംഗ് സ്റ്റേജ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബിഫോർ വെൽഡിംഗ് സ്റ്റേജ്. വിച്ച് ഫ്ലെയിം ഈസ് സ്യൂട്ടബിൾ ഫോർ ബ്രാസ് വെൽഡിംഗ്. ബ്രാസ് വെൽഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫ്ലെയിം ആണെന്നുള്ളത്? ന്യൂട്രൽ, ഓക്സിഡൈസിങ്, കാർബറൈസിങ്, സ്ലൈറ്റ്ലി ന്യൂട്രൽ. അപ്പോൾ ബ്രാസ് വെൽഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. വാട്ട് ഡിഫക്റ്റ് ഒക്കേർഡ് ഡ്യൂ ടു ലോസ് ഓഫ് സിങ്ക് ഇൻ ബ്രാസ് വെൽഡിംഗ്. സിങ്ക് ലോസ് ആകുന്നു ബ്രാസ് വെൽഡിംഗ്. അപ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പാറ്റർ, പോറോസിറ്റി, ഓവർലാപ്പ്, അണ്ടർകട്ട്. പോറോസിറ്റി ആണ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫ്ലെക്സ് ഇസ് യൂസ്ഡ് ഇൻ ബ്രാസ് വെൽഡിംഗ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ബൊറാക്സ് ആണ് ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഈസ് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓസ്നൈറ്റിക് സ്റ്റീലാണ് വെൽഡിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് വെൽഡബിൾ. വെൽഡബിൾ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്റ്റെബിലൈസ്ഡ് ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വെൽഡബിൾ ആയിട്ടുള്ളത്. ഹൗ ഇസ് ദ സ്കെയിൽ ആൻഡ് ഓക്സൈഡ് റിമൂവ്ഡ് ഫ്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ്. സ്കെയിലും ഓക്സൈഡും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പീനിങ് ചെയ്തിട്ട്, കൂളിംഗ് ഇൻ ഓയിൽ, കൂളിംഗ് ഇൻ സാൻഡ്, ഹീറ്റിംഗ് അപ് ടു 950 to 1100 ആൻഡ് കൊഞ്ച്ഡ് ഇൻ വാട്ടർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹീറ്റിംഗ് അപ് ടു 950 to 1100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കൊഞ്ച്ഡ് ഇൻ വാട്ടർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സിലബസ് ആണ്, ജസ്റ്റ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ഷോൺ ഇൻ ഫിഗർ. ആ എക്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന കർവാണ്. അപ്പോൾ എങ്ങാനും ഈ ക്വസ്റ്റ്യൻ വല്ലതും കയറി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കണ്ടതാണെന്നുള്ള രീതിയിലെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഹൗ മെനി സ്റ്റേജസ് ആർ ദെയർ ഇൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ ഇൻ NDT. ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻസ്പെക്ഷനിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിഷ്വൽ ഇൻസ്പെക്ഷൻ ഇൻ NDTയിൽ എത്ര സ്റ്റേജസ് ഉണ്ട്? 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്റ്റീൽ മെറ്റീരിയൽ വിച്ച് ആർ നോട്ട് വെൽഡബിൾ. നമ്മൾ വെൽഡബിൾ ആയിട്ടുള്ള സ്റ്റീൽ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നോട്ട് വെൽഡബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഹൈ കാർബൺ, മീഡിയം കാർബൺ, ഓസ്നൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഫെറൈറ്റ് ആൻഡ് മാർട്ടൻസൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫെറൈറ്റ് ആൻഡ് മാർട്ടൻസൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ. വിച്ച് മെറ്റൽ ഇൻ വെൽഡിംഗ് പ്രോസസ് ഈസ് സബ്ജക്റ്റഡ് ടു വെൽഡ് ഡീക്കേ ഡിഫക്റ്റ്. അപ്പോൾ അത് വെൽഡ് ഡീക്കേ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാകുന്ന ഒരു വെൽഡ് ഡിഫക്റ്റ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ പ്രീ ഹീറ്റിംഗ്. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഹീറ്റ് ചെയ്യുന്നത്, ബിഫോർ വെൽഡിങ്. ഓക്കെ. ഹൗ മെനി മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എത്ര മെത്തേഡ്സ് ഉണ്ട്? ഓപ്ഷൻ എ 2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫ്ലെക്സ് ഇസ് ടു ബി യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ്സ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് സിങ്ക് ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പേസ്റ്റ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ കളർ ഓഫ് കോപ്പർ. ഇത് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. റെഡിഷ് ആണ് കോപ്പറിൻ്റെ കളർ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻസ്പെക്ഷൻ ഇൻ വെൽഡിംഗ്. ഒരു വെൽഡിങ്ങിൽ ഈ ഇൻസ്പെക്ഷൻ്റെ പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ആ ഫോൾട്ടും ആ വെൽഡിൻ്റെ ക്വാളിറ്റിയും ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ്. ഡിറ്റർമിൻ ഫോൾട്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് വെൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏത് ടെസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെൻസൈൽ ആണോ, ഇമ്പാക്റ്റ് ആണോ, ഫ്രീ ബെൻഡ് ആണോ, ഗൈഡഡ് ബെൻഡ് ആണോ? അപ്പോൾ ഇത് രണ്ടും അല്ല നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷനിൽ നിന്ന്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഫ്രീ ബെൻഡ് ആണോ ഗൈഡഡ് ബെൻഡ് ആണോ എന്നാണ്. ഇതെന്ന് പറയുന്നത് ഗൈഡഡ് ബെൻഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് ടെസ്റ്റ് ഇസ് കണ്ടക്റ്റഡ് ടു നോ ദ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി. ടെൻസൈൽ സ്ട്രെങ്തും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. ടെൻസൈൽ സ്ട്രെങ്തും ഡക്റ്റിലിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് ടെൻസൈൽ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. വൈ ഷുഡ് എ വെൽഡർ ക്ലോത്ത്സ് ബി ഫ്രീ ഓഫ് ഓയിൽ ഓർ ഗ്രീസ് വൈൽ വെൽഡിങ്. ഇപ്പം ഒരു വെൽഡർ ധരിക്കുന്ന ഉടുപ്പെന്ന് പറയുന്നത് ഓയിലോ ഗ്രീസോ ഒന്നും പറ്റിയതാവരുത്. കാരണം
ടു അവോയ്ഡ് ക്യാച്ചിങ് ഓഫ് ഫയർ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫയർ ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വിച്ച് ഓപ്പറേഷൻ ഇസ് ടു റിമൂവ് ബർഡ്സ് ഫ്രം എ പ്ലേറ്റ് ആഫ്റ്റർ കട്ടിങ്? ഇപ്പോൾ കട്ടിങ്ങിന് ശേഷം ബർഡ്സ് റിമൂവ് ചെയ്യുന്ന ഏത് ഓപ്പറേഷനാണ്? ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, ഫയലിംഗ് ആണ്. വിച്ച് സേഫ്റ്റി ഡിവൈസ് ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ഫേസ് ഫ്രം അൾട്രാവയലറ്റ് റേസ് വൈൽ വെൽഡിങ്? സേഫ്റ്റിയുടെ പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അൾട്രാവയലറ്റ് റേസ് വൈൽ വെൽഡിങ് എന്ന് പറയുന്നത് ഹാൻഡ് ഷീൽഡ് ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് വെൽഡിങ് ടോർച്ച്? അപ്പോൾ വെൽഡിങ് ടോർച്ചിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ യൂസ് എന്ന് പറയുന്നത് മിക്സിങ് ദ ഗ്യാസസ് ആണ്. ആ ഗ്യാസസിനെ മിക്സ് ചെയ്യാനാണ് വെൽഡിങ് ടോർച്ച് ഇവിടെ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഞ്ചുറി ഈസ് കോമൺ ഇൻ ഗ്യാസ് വെൽഡിങ്? ഇപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഷോക്കോ ബ്ലീഡിങ്ങോ ഫ്ലെയിം പാർട്ടിക്കിൾസ് മൂലമുള്ള ഒന്നുമല്ല. ബേൺസ് ഡ്യൂ ടു ഫ്ലെയിം. ബേൺസ് ഡ്യൂ ടു ഫ്ലെയിം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കാം. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഹാൻഡ്ലിങ് ഹോട്ട് ജോബ്സ്? ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഹോട്ട് ജോബ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ടോങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സേഫ്റ്റി ആസ്പെക്റ്റിൽ ചോദിച്ചിരിക്കുന്നതാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോൺ ഇൻ ഫിഗർ? ഈ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്ക് ഷോക്ക് ഏറ്റതിന് ശേഷം അയാൾ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആണ്. ഇപ്പോൾ ഇലക്ട്രിക് ഷോക്കാണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് അൾട്രാവയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ് ഇഫ് എ വെൽഡർ എക്സ്പോസ് ടു ദാറ്റ് റേസ്? ഒരു വെൽഡർ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് റേസ് അതുമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഏത് അവയവത്തിനാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എഫക്റ്റ് ടു ഐസ് ആണ്. ഓക്കെ. ഹൗ മെനി ടൈപ്സ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഹീറ്റ്? ഹീറ്റ് അനുസരിച്ച് വെൽഡിംഗ് പ്രോസസ്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമർ? ഒരു എ സി വെൽഡിംഗ് ട്രാൻസ്ഫോമറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. ഓക്കെ. അതെന്ന് പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് നോൺ ഫെറസ് മെറ്റൽസ്. നോൺ ഫെറസ് മെറ്റൽസിനെ വെൽഡ് ചെയ്യാൻ ഇത് സ്യൂട്ടബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫക്റ്റ് കോസ്ഡ് ബൈ എയർ മിക്സ്ഡ് ഗ്യാസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ്? ഇതെന്ന് പറയുന്ന ഓട്ടോ സിലോസ് ആണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വീക്ക് ആൻഡ് പോറസ് വെൽഡാണ്. ഓക്കെ. എയർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈ ഹമ്മിങ് സൗണ്ട് എഫക്ട്സ് ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ്? അപ്പോൾ ഈ സൗണ്ടിൻ്റെ ഓരോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്ന ഹമ്മിങ് സൗണ്ട് വരുന്നത് ലോങ് ആർക്ക് ലെങ്ത് വരുന്ന മൂലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർക്ക് വെൽഡിംഗ് മെഷീൻ ക്യാൻ ബി യൂസ്ഡ് എനിവെയർ ഇൻ ദ ഫീൽഡ് വർക്ക് ഈവൻ അവേ ഫ്രം ഇലക്ട്രിക് ലൈൻസ്? അതെന്ന് പറയുന്നത് എൻജിൻ ജനറേറ്റർ സെറ്റാണ്. അവിടെ നമുക്ക് ഇലക്ട്രിക് ആവശ്യമില്ല. ഓക്കെ. ഹൗ മച്ച് പ്രഷർ ഈസ് മെയിൻറ്റൈൻഡ് ഇൻ അസറ്റിലിൻ സിലിണ്ടർ ഇൻ എച്ച് പി വെൽഡിംഗ്? ഇപ്പോൾ എച്ച് പി വെൽഡിങ്ങിൽ ഓപ്ഷനിൽ അസറ്റിലിൻ സിലിണ്ടറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 50 kg/cm² ആണ്. ഓക്കെ. 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വെൽഡിംഗ് ഹാൻഡ് ടൂൾ ഈസ് യൂസ് ടു ഹോൾഡ് ആൻഡ് മാനിപ്പുലേറ്റ് ഇലക്ട്രോഡ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഹോൾഡ് ആൻഡ് മാനിപ്പുലേറ്റ് ഇലക്ട്രോഡ് അതെന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് യൂസ് ഓഫ് മാച്ചസ് ടു ഇഗ്നൈറ്റ് ദ അസറ്റിലിൻ ഗ്യാസ് ഫ്രം ദ ടിപ്പ് ഓഫ് ദ നോസിൽ? മാച്ചസ് ഉപയോഗിച്ച് നമ്മൾ നോസിലിൻ്റെ ടിപ്പിൽ ഫ്ലെയിം ഇഗ്നേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഡോണ്ട് ക്യാച്ച് ഫയർ, മോർ സ്മോക്ക് ഉണ്ടാവും, ടു ബേൺ ഹാൻഡ്, എക്സ്പ്ലോഡ് സഡൻലി. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ബേൺ ആവും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെറ്റൽ എഡ്ജ് ഇൻ ആൻഡ് ആംഗിൾ ഡ്യൂറിങ് വെൽഡിംഗ് ആൻഡ് കട്ടിങ് ഓപ്പറേഷൻസ്? ഇപ്പോൾ നമ്മൾ മെറ്റൽ എഡ്ജ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെ ബിവൽ എന്നാണ് പറയുന്നത്. ഓക്കെ. വിച്ച് ഈസ് ദ വെൽഡിംഗ് മെഷീൻ ഡിസൈൻ ടു സപ്ലൈ ബോത്ത് എ സി ആൻഡ് ഡി സി കറണ്ട് ഫോർ വെൽഡിംഗ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് യൂസിങ് ഓൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റെക്ടിഫയർ സെറ്റാണ്. ഇത് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോട്ട് ചെയ്തേക്കണം. വാട്ട് ഈസ് കോൾഡ് ദ മെറ്റൽ ഡെപ്പോസിറ്റ് ഡ്യൂറിങ് വൺ പാസ്? ഒരു പാസിൽ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? ബാക്കിംഗ് റൺ ആണോ, റൂട്ട് റൺ ആണോ, റൺ ആണോ, സീലിംഗ് റൺ ആണോ? വൺ പാസിൽ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേര് റൺ എന്നാണ്. ഓക്കെ. വിച്ച് ടൈപ്പ് ഡിഫക്റ്റ് ക്യാൻ ബി റെക്ടിഫൈ ബൈ ഇൻക്രീസ് ദ വെൽഡിംഗ് സ്പീഡ് ഓർ ചേഞ്ച് ദ ആംഗിൾ ഇലക്ട്രോഡ് വൈൽ ജോയിനിങ് ദ മെറ്റൽ? അതായത് വെൽഡിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുക. അതുവഴി നമുക്ക് ഏത് വെൽഡിംഗ് ഡിഫക്റ്റ് ആണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് പുവർ പെനട്രേഷൻ ആൻഡ് സ്പാറ്റർ, എക്സസീവ് ബിൽഡപ്പ് ആൻഡ് അണ്ടർകട്ട്, പോറോസിറ്റി ആൻഡ് ബ്ലോ ഹോൾ, ക്രാക്സ് ആൻഡ് ബേൺ ത്രൂ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സസീവ് ബിൽഡപ്പ് ആൻഡ് അണ്ടർകട്ട് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന്
നോട്ട് ചെയ്ത് വെച്ചേക്കണം. വെൽഡിംഗ് ഡിഫക്റ്റിൽ നിന്നുള്ള ഒരു എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഹൗ ടു പ്രിവെന്റ് ദ ഡേഞ്ചർ ഓഫ് ഹൈ പ്രഷർ ഓക്സിജൻ എൻറ്ററിങ് ഇൻ ടു ദ അസറ്റിലിൻ പൈപ്പിൻ ലൈൻ ഇൻ ഗ്യാസ് വെൽഡിംഗ്. അപ്പോൾ നമ്മൾ HP ലൈനും LPയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലൊരു ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ഹൈ പ്രഷർ ഓക്സിജന് അസറ്റിലിൻ പൈപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെ തടയുന്നത്, ബൈ യൂസിങ് ആൻ ഇഞ്ചക്ടർ. വാട്ട് വിൽ കോസ് ഇഫ് ദ നോസിൽ ടച്ചസ് ദ മോൾട്ടൺ പൂൾ? എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ കോസ് ഇഫ് ദ നോസിൽ ടച്ചസ് ദ മോൾട്ടൺ പൂൾ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബാക്ക് ഫയർ ആണ്. ഓക്കെ, ബാക്ക് ഫയറും ഫ്ലാഷ് ബാക്കും എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വെൽഡിങ്ങിൻ്റെ ആ സെക്ഷൻ ഒന്ന് കണ്ടേക്കുക. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ? ഒരു AC വെൽഡിംഗ് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതെന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് ടു ലോ വോൾട്ടേജ് ഹൈ കറണ്ട്. ഇതാണ് ആൻസർ, കൺവേർട്സ് ടു ലോ വോൾട്ടേജ് ഹൈ കറണ്ട്. നമുക്ക് വേണ്ടത് ഹൈ കറണ്ട് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ആംഗിൾ ടു ബി മെയിൻറ്റെയിൻ ഇൻ ദ ബ്ലോ പൈപ്പ് ആൻഡ് ഫില്ലർ റോഡ് ഇൻ ദ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്? അപ്പോൾ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്കിൽ ഫില്ലർ റോഡും ബ്ലോ പൈപ്പിൻ്റെയും ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് 60 to 70 to 70യും 30 to 40യും ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 60 to 30 ആണ് ഇതിലെ ആൻസർ. ഓപ്ഷനായിട്ട് എടുക്കുക, 60-40 ആയിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ, വാട്ട് ഈസ് ദ OCV ഫോർ വെൽഡിംഗ് ഇൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിച്ച് റെഡ്യൂസസ് ദ മെയിൻ സപ്ലൈ വോൾട്ടേജ്? അപ്പം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് 40 and 100 വോൾട്ട് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. വിച്ച് ആർക്ക് വെൽഡിംഗ് മെഷീൻ പ്രൊവൈഡ്സ് ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇലക്ട്രോഡ് ആൻഡ് ജോബ്? അപ്പോൾ ഏത് ആർക്ക് വെൽഡിംഗ് മെഷീനാണ് ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനും ഇൻ ദ ഇലക്ട്രോഡ് ആൻഡ് ജോബ്, ഇലക്ട്രോഡിലും ജോബിലും ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നൽകുന്നത് റെക്ടിഫയർ സെറ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്റ്റോറിംഗ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ? ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ സ്റ്റോറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 m³ ആണ്. അതുപോലെ തന്നെ അസറ്റിലിൻ്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ് ഇൻ ദ വെൽഡ് ഡയറക്ഷൻ? വെൽഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ആ ഡിസ്റ്റോർഷനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റോർഷൻ. വാട്ട് ഈസ് ദ ഓക്സിജൻ സിലിണ്ടർ കളർ? ഇത് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജൻ്റെയും അസറ്റിലിൻ സിലിണ്ടറിൻ്റെയും കളർ, ഓക്സിജൻ്റെ സിലിണ്ടർ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഫോർ സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിങ്? ഗ്യാസ് കട്ടിങ്ങിന് സ്റ്റീലിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതാണ്. അത് 875 to 900 ആണ്. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണം, അതിനുവേണ്ടി ആഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംബിയർ റേഞ്ച് ഫോർ 1/16 ഇഞ്ച് ഇലക്ട്രോഡ് ഇൻ ആർക്ക് വെൽഡിംഗ്? ഇതിൻ്റെ ആംബിയർ റേഞ്ച് എന്ന് പറയുന്നത് 20 to 40 ആംബിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റെമഡി ഹെൽപ്സ് ടു ഇൻസുലേറ്റ് ആൻഡ് പ്രൊട്ടക്ട് ദ ഇലക്ട്രോഡ് ഫ്ലക്സ് വെൻ ഇമേഴ്സ്ഡ് ഇൻ അണ്ടർ വാട്ടർ വെൽഡിംഗ് പ്രോസസ്? അപ്പോൾ അണ്ടർ വാട്ടർ വെൽഡിംഗ് പ്രോസസ്സിൽ ഇലക്ട്രോഡ് ഫ്ലക്സിനെ ഇൻസുലേറ്റ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത് ലാക്കർ പോളിഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ഇലക്ട്രോഡ് ഫോർ വെൽഡിംഗ് എ പ്ലേറ്റ് ഹാവിംഗ് തിക്നെസ് ഓവർ 1/2 ഇഞ്ച്? 1/2 ഇഞ്ച് തിക്നെസ് ഉള്ള അതിന് മുകളിലുള്ള പ്ലേറ്റിനെ ഏത് ഡയമീറ്റർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് 5/16 ഇഞ്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോസ് ഓഫ് ബാക്ക് ഫയർ ഇൻ ദ ഗ്യാസ് കട്ടിംഗ് ബ്ലോ പൈപ്പ്? പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബാക്ക് ഫയർ ഉണ്ടാകാനുള്ള കാരണം, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോസിൽ ടു ക്ലോസ് ദ വർക്ക് പീസ്. ഈ നോസിൽ വർക്ക് പീസുമായിട്ട് ക്ലോസ്ലി കോൺടാക്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ മോൾട്ടൺ പൂളിൽ ഈ നോസിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് ഈ ബാക്ക് ഫയർ ഉണ്ടാകാനുള്ള ഒരു റീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെല്ലുലോസിക് ഇലക്ട്രോഡ് ഇൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ്? ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൽ സെല്ലുലോസിക് ഇലക്ട്രോഡ് അതിൻ്റെ പർപ്പസ് എന്താണ്? അവിടെ ഉണ്ടാകുന്ന സ്ലാഗ് നമുക്ക് ഈസിലി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. വെരി ഈസി ടു റിമൂവ് ഡെപ്പോസിറ്റഡ് സ്ലാഗ്. അപ്പോൾ ഈ സെല്ലുലോസിക് ഇലക്ട്രോഡിൻ്റെ ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് മൈൽഡ് സ്റ്റീൽ? അപ്പോൾ മൈൽഡ് സ്റ്റീലിൽ ഏത് ഇലക്ട്രോഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അതെന്ന് പറയുന്നത് മീഡിയം കോട്ടഡ് റൂട്ടേൽ MS ഇലക്ട്രോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മീഡിയം കോട്ടഡ് റൂട്ടേൽ MS ഇലക്ട്രോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇക്വിപ്മെന്റ് യൂസ് ടു പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ഫ്ലൈയിങ് സ്പാർക്ക് ഡ്യൂറിങ് ഗ്യാസ് കട്ടിംഗ്? അപ്പോൾ അതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. അതെന്ന് പറയുന്നത് ലെതർ ഏപ്രോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫില്ലർ റോഡ് ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്യാസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫില്ലർ റോഡ് ഏതാണ്? അതെന്ന് പറയുന്നത് കൊളംബിയം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ,
വിച്ച് ഫാക്ടർ ഡിറ്റർമിൻ ദ കറണ്ട് സെറ്റിംഗ് ഡ്യൂറിങ് വെൽഡിങ്. അപ്പോൾ നമ്മൾ കറണ്ട് സെറ്റിങ് ഏത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ആ ഇലക്ട്രോഡിൻ്റെ ഡയമീറ്ററിനെയാണ്, ഡയമീറ്റർ ഓഫ് ഇലക്ട്രോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ കട്ടിംഗ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ് ഇമ്പോസിബിൾ ഇൻ ഓക്സിയാസിറ്റിലിൻ ഗ്യാസ് കട്ടിംഗ് മെത്തേഡ്? അപ്പോൾ നോൺ ഫെറസ് മെറ്റൽസ് അസിറ്റിലിൻ ഗ്യാസ് കട്ടിങ് വെച്ച് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ ഓക്സിഡേഷൻ നടക്കത്തില്ല, ഓക്സിഡേഷൻ നോട്ട് ടേക്ക് പ്ലേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇലക്ട്രോഡ് ഹാവിംഗ് കോട്ടിംഗ് ഫാക്ടർ? ഇപ്പോൾ ഞാൻ കോട്ടിംഗ് ഫാക്ടർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൈറ്റ് കോട്ടഡ്, മീഡിയം കോട്ടഡ്, ഹെവി കോട്ടഡ്, സൂപ്പർ ഹെവി കോട്ടഡ്, ഇങ്ങനെ 4എണ്ണമാണുള്ളത്. അതിൽ ഈ ചോദിച്ചിരിക്കുന്നത് ഹെവി കോട്ടഡിൻ്റെ വാല്യൂ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈസ് ഓഫ് കട്ടിംഗ് നോസിൽ ഫോർ കട്ടിംഗ് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ഹാവിംഗ് തിക്നെസ് 3 to 6 mm? അപ്പോൾ ഇതെന്ന് പറയുന്നത് കട്ടിംഗ് നോസിലിൻ്റെ ആണ്, മാറിപ്പോവരുത്. നോസിലിൻ്റെ സൈസ് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. ഇത് കട്ടിംഗ് നോസിലിൻ്റെ സൈസാണ്. മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് തിക്നെസ് 3 to 6 ആകുന്ന നേരത്ത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.8 mm ആണ്. ഓക്കെ. വിച്ച് ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ടു വെൽഡ് ഇൻ ഓൾ വെൽഡിംഗ് പൊസിഷൻ? എല്ലാ വെൽഡിംഗ് പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോഡ് ഏതാണെന്നുള്ളത്, അത് ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. ഓക്കെ. ഇതൊക്കെ ഔട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് കണ്ട് പേടിക്കേണ്ട, ജസ്റ്റ് ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് ആഡ് ചെയ്തതാണ്. നമ്മുടെ ഫസ്റ്റ് MCQ സെഷനിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇപ്പോൾ ഇതുപോലെ ഫിഗർ വന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. എന്ന് പറയുന്നത് ഓക്സിജൻ ആണോ അസറ്റിലിനാണോ? അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എക്സ് എന്ന് പറയുന്നിരിക്കുന്നത് ഓക്സിജൻ കൺട്രോൾ വാൽവാണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ആംഗിൾ റേഞ്ച് ഫോർ ഹോൾഡിംഗ് ഇലക്ട്രോഡ് ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്ലിനേഷൻ ആംഗിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് 70 to 80 ആണ്. ഓക്കെ. വിച്ച് ഇന്റേണൽ ഡിഫക്റ്റ് ഇൻ വെൽഡിംഗ് ഈസ് ഇൻവിസിബിൾ ടു നേക്കഡ് ഐ? വിച്ച് ഇന്റേണൽ ഡിഫക്റ്റ് ഇൻ വെൽഡിംഗ് ഈസ് ഇൻവിസിബിൾ ടു നേക്കഡ് ഐ? അതെന്ന് പറയുന്നത് പോറോസിറ്റി ആണ്. ഓക്കെ. ആൻസർ പോറോസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് കട്ടിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ടു കട്ട് എനി ഷേപ്പ് ഫോർ ഫാബ്രിക്കേഷൻ? ഇപ്പോൾ ഇത് ഗ്യാസ് കട്ടിങ്ങിൻ്റെ ഇതിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടതുപോലെ ഓർക്കാനായിട്ടാണ്, എങ്ങാനും ഔട്ട് ഓഫ് സിലബസ് കയറി വന്നത്. അത് പ്രൊഫൈൽ കട്ടിംഗ് മെഷീനാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് പ്ലേറ്റ് എഡ്ജ് പ്രിപ്പറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഗ്യാസ് കട്ടിംഗ് മെഷീൻ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബിവൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിംഗിൾ ബിവൽ വിത്ത് റൂട്ട് ഫേസ് ആണ്. ഓക്കെ. ഹൗ ദ പ്രോബ്ലം ഓഫ് പുവർ ക്വാളിറ്റി റിസൾട്ട്സ് ഇൻ ഗേജിംഗ് വൈൽ ഗ്യാസ് കട്ടിംഗ് ഈസ് റെക്ടിഫൈഡ്? ഇതും ഗ്യാസ് കട്ടിങ്ങിൻ്റെ ഏരിയ എന്ന് വന്നതാണ്. ജസ്റ്റ് വായിച്ചു കിട്ടാൽ മതി, കൂടുതൽ ടൈം അതിനുവേണ്ടി കളയണ്ട. ബൈ യൂസിങ് ഒപ്റ്റിമം പ്രീ ഹീറ്റ് ഫ്ലെയിം. അപ്പോൾ ആൻസർ മാത്രം പഠിച്ചു വെച്ചേക്കുക. നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഓക്സിയാസിറ്റിലിൻ വെൽഡിങ്ങും പിന്നെ ആർക്ക് വെൽഡിങ് അതിൻ്റെ മെഷീൻസിനെ കുറിച്ചുമാണ്. വാട്ട് ഈസ് എ ടെമ്പറേച്ചർ റേഞ്ച് ഫോർ ഹീറ്റിംഗ് മോയ്സ്ചർ അഫക്റ്റഡ് ഇലക്ട്രോഡ്? മോയ്സ്ചർ അഫക്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോഡിനെ ഹീറ്റ് ചെയ്യുന്ന ആ ടെമ്പറേച്ചർ അത് 110 to 150 ആണ്. ആൻസർ 110 to 150. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് എക്സ് ഇൻ കട്ടിംഗ് ടോർച്ച്? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അതെന്ന് പറയുന്നത് അസറ്റിലിൻ വാൽവാണോ ഓക്സിജൻ വാൽവാണോ? അത് അസറ്റിലിൻ കട്ടിംഗ് വാൽവാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ദ സിലിണ്ടർ കീസ് ആർ നോട്ട് റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ വൈൽ വെൽഡിംഗ്? ഇതൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സിലിണ്ടർ കീസ് എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യാത്തത്? അത് ഗ്യാസ് സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാനാണോ, ഗ്യാസ് ലീക്ക് പ്രിവെൻറ്റ് ചെയ്യാനാണോ, ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ഫ്രീക്വൻ്റ്ലി ആണോ, ടു ക്ലോസ് ക്വിക്ലി ഇൻ കേസ് ഓഫ് ഫയർ? ആൻസർ എന്ന് പറയുന്നത് ടു ക്ലോസ് ക്വിക്ലി ഇൻ കേസ് ഓഫ് ഫയർ ആണ്. വിച്ച് കട്ടിംഗ് മെഷീൻ യൂസ്ഡ് ഫോർ ബിവലിംഗ് ഓഫ് പൈപ്സ്? ഔട്ടാണ്. ബിവലിംഗ് ഓഫ് പൈപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പൈപ്പ് കട്ടിംഗ് മെഷീനാണ്. ഓക്കെ. ഇതൊരു ലെവൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഒരു 73 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കളർ ഓഫ് ആർഗൺ സിലിണ്ടർ? ഇപ്പോൾ നമ്മൾ സിലിണ്ടേഴ്സിൻ്റെ കളർ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർഗൺ സിലിണ്ടറിൻ്റെ കളർ റെഡ് ആണോ, ബ്ലാക്ക് ആണോ, മെറൂൺ ആണോ, പീകോക്ക് ബ്ലൂ ആണോ? അതിൻ്റെ ആൻസർ പീകോക്ക് ബ്ലൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിഫക്റ്റ് മാർക്ക്ഡ് ആസ്? ഇപ്പോൾ ഇതിൽ ഒരു ഡിഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഏതാണ്? പോറോസിറ്റി ആണോ, അണ്ടർകട്ട് ആണോ, സ്ലാഗ് ഇൻക്ലൂഷൻ ആണോ, ഇൻകംപ്ലീറ്റ് പെൻട്രേഷൻ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് പെൻട്രേഷൻ ആണ്. അപ്പോൾ വെൽഡിംഗ് ഡിഫക്റ്റും അതിൻ്റെ കോസസും റെമഡീസും നിങ്ങളൊന്ന് റിവൈസ് ചെയ്തേക്കണം. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഈസ് ഡൺ ബൈ എ സ്മോൾ ഹാൻഡ് വെൽഡ് ഗൺ വിത്ത് എ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്? അപ്പോൾ ഇത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്, വെൽഡ് ഗൺ ആണ്. ഓക്കെ. സ്മോൾ ഹാൻഡ് വെൽഡ് ഗൺ അതെന്ന് പറയുന്നത് GTAW ആണ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്. ഓക്കെ.
ഔട്ട് ഓഫ് സിലബസ് ആണ്, ജസ്റ്റ് കണ്ടപ്പെട്ടെന്നേ ഉള്ളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വോൾട്ടേജ് ഷോൺ ഇൻ ഫിഗർ? ഈ കാണിച്ചിരിക്കുന്ന വോൾട്ടേജ് ഏതാണെന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് റൂട്ട് ഗ്യാപ്പ്? റൂട്ട് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ടു ഓവർകം സം അണ്ടർകട്ട്, ടു കൺട്രോൾ ഡിസ്റ്റോർഷൻ, ടു ഗെറ്റ് ഗുഡ് പെനട്രേഷൻ, ഗ്യാപ്പ് ഗെറ്റ് ക്ലോസ്ഡ് ഡ്യൂ ടു എക്സ്പാൻഷൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പെനട്രേഷൻ നല്ലപോലെ കിട്ടാനായിട്ടാണ്. ഓക്കെ, ടു ഗെറ്റ് ഗുഡ് പെനട്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാൻഡ് ടൂൾ ഈസ് യൂസ് ടു റിമൂവ് എക്സസീവ് അഡ്ഹറിംഗ് സ്ലാഗ് ആഫ്റ്റർ ഗ്യാസ് കട്ടിംഗ്? അപ്പോൾ ഇതിൽ ചിപ്പിംഗ് ഹാമർ കാണുമ്പോൾ അതിൽ പോയി കുത്താൻ നിൽക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്യാസ് കട്ടിങ്ങിൻ്റെയാണ്. ഓക്കെ, ഗ്യാസ് കട്ടിങ്ങിൽ എക്സസീവ് അഡ്ഹറിംഗ് സ്ലാഗ് കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിസലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് എ ഗുഡ് കണ്ടക്ടർ? അപ്പോൾ ഈ ഓപ്ഷനിൽ കോപ്പറാണ് ഗുഡ് കണ്ടക്ടർ. ഹൗ മെനി ടൈപ്സ് ഓഫ് സോൾഡറിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ്? ഇപ്പോൾ 2 തരമാണുള്ളത്, സോഫ്റ്റ് സോൾഡറിങ്ങും ഹാർഡ് സോൾഡറിങ്ങും. വാട്ട് ഈസ് ദ യൂസ് ഓഫ് അമ്മീറ്റർ? ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, വേണമെങ്കിൽ ഈ രീതിയിൽ ചോദിക്കാം. അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് കൈൻഡ് ഓഫ് എനർജി ഈസ് ആൻ ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള എനർജിയാണ്. വൈ ദ സർഫസ് ക്ലീനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്? നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സർഫസ് ക്ലീൻ ചെയ്യും. അപ്പോൾ ആ ഓയിലും പെയിൻ്റൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, വാട്ട് ഈസ് കോൾഡ് ഫസ്റ്റ് റൺ ഡെപ്പോസിറ്റർ ഇൻ ദ റൂട്ട് ജോയിൻറ്റ്? ഇപ്പോൾ റൺ എന്താണെന്നും ഫസ്റ്റ് റൺ ഡെപ്പോസിറ്റർ ഓഫ് റൂട്ട് ജോയിൻറ്റ് കൊടുക്കുന്ന ആ റണ്ണിനെ പറയുന്ന പേരാണ് റൂട്ട് റൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. അത് ഗ്രൂവിങ് മെഷീൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഗ്രൂവിങ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബ്രഷ് ഈസ് യൂസ് ടു ക്ലീൻ ദ ഫെറസ് മെറ്റൽസ്? ഇത് പലപ്പോഴും പലർക്കും തെറ്റുന്നതാണ്. ഫെറസ് മെറ്റൽസ്. ഓക്കെ, ഫെറസ് മെറ്റൽസ് ആണ് ഓപ്ഷൻ. വയർ ബ്രഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പോയി കുത്തിവെക്കരുത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത് നോൺ ഫെറസും സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള സ്ഥലങ്ങളിലുമാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ടൂൾ ഈസ് യൂസ് ടു ഓപ്പൺ ദ സിലിണ്ടർ വാൽവ്? സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റഞ്ചാണോ, സ്പിൻഡിൽ കീ ആണോ, കട്ടിംഗ് പ്ലെയർ ആണോ, അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡർ ആണോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്പിൻഡിൽ കീ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് സിലിണ്ടർ കീ എന്ന് പറയും. വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻസ് ആർ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ഷീറ്റ് മെറ്റൽ വർക്കിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ കൂട്ടത്തിൽ. അതിൽ നമ്മൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റിവറ്റ് ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ബ്ലോ പൈപ്പ് പാർട്ട് എക്സ് ഷോൺ ഇൻ ഫിഗർ? അപ്പോൾ ഇതിൽ ഈ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കട്ടിംഗ് ഓക്സിജൻ കൺട്രോൾ വാൽവ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിങ്ക്? അപ്പോൾ കുറച്ച് മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിങ്കിൻ്റെ ആണ്. 419 ആണ് സിങ്ക്. ഇത് നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഏത് മെറ്റലിൻ്റെ ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ അലൂമിനിയം? അലൂമിനിയത്തിൻ്റെയും മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് 659 ആണ്. ഹൗ മെനി ടൈപ്സ് ഓഫ് പ്രീ ഹീറ്റിംഗ് ആർ ദർ? പ്രീ ഹീറ്റിംഗ് നമുക്ക് 3 തരത്തിലാണുള്ളത്. ഓക്കെ, വിച്ച് ഫ്ലെയിം ഈസ് സ്യൂട്ടബിൾ ഫോർ ബ്രാസ് വെൽഡിംഗ്? ബ്രാസ് വെൽഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിം എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് മെറ്റാലിക് ആർക്ക് കട്ടിംഗ് ആൻഡ് ഗേജിങ്? അപ്പോൾ മെറ്റാലിക് ആർക്ക് കട്ടിങ്ങും ഗേജിങ്ങും നമ്മൾ റിവറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ എലമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ? അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അയൺ, ക്രോമിയം, നിക്കലാണ്. വിച്ച് വൺ ഈസ് ആഡഡ് ടു മേക്ക് കട്ടിംഗ് ടൂൾ സ്ട്രോങ്ങർ? ഇത് കട്ടിംഗ് ടൂളിൻ്റെ ഇതിൽ വരുന്നതാണ്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടിട്ടാണ് ടങ്സ്റ്റൻ കാർബൈഡ് ആണ്. ഓക്കെ, വിച്ച് വൺ ഈസ് കൺട്രോൾഡ് ഡിസ്റ്റോർഷൻ ഇൻ കോപ്പർ വെൽഡിംഗ്? അപ്പോൾ കോപ്പർ വെൽഡിങ്ങിൽ ഡിസ്റ്റോർഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ചിൽ പ്ലേറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അലൂമിനിയം? അപ്പോൾ ഇതിൻ്റെ അകത്ത് അലൂമിനിയം എന്ന് പറയുന്നത് ഒരു നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റലാണ്. വാട്ട് ടൈപ്പ് ഓഫ് പ്രീ ഹീറ്റിംഗ് ഈസ് ഡൺ ഓൺലി അറ്റ് ദ പോർഷൻ ഓഫ് വെൽഡ്? വെൽഡ് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമായിട്ട് ആ പ്രീ ഹീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് ലോക്കൽ പ്രീ ഹീറ്റിംഗ് എന്നാണ്. ഓക്കെ, പിന്നെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഡിഫക്റ്റ് ഏതാണെന്നാണ്. ഇതിൽ നോക്കാൻ നേരത്ത് കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാണാം. അതിനെ ബ്ലോ ഹോൾസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഫോർ സേഫ് സ്റ്റോറേജ് ഓഫ് അസറ്റിലിൻ ഗ്യാസ് ഇൻ സിലിണ്ടർ? അപ്പോൾ ഈ അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടറിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് അസറ്റോണിൽ, ലിക്വിഡ് അസറ്റോണിൽ ഡിസോൾവ് ചെയ്തിട്ടായിരിക്കും സൂക്ഷിക്കുക. സ്റ്റോർഡ് ആസ് ഡിസോൾവ്ഡ് ഗ്യാസ് ഇൻ ലിക്വിഡ് അസറ്റോൺ. ഓക്കെ, ഹൗ മെനി പ്രഷർ ഗേജസ് ആർ ഇൻ റെഗുലേറ്റർ ഗ്യാസ് വെൽഡിംഗ് പ്ലാൻ? ഇപ്പോൾ ഒരു ഗ്യാസ് വെൽഡിംഗ് പ്ലാനിൽ എത്ര പ്രഷർ ഗേജസ് ആയിരിക്കും ആ റെഗുലേറ്ററിൽ കാണുന്നത്? 4 പ്രഷർ ഗേജസ് ആയിരിക്കും. ഓക്കെ, വിച്ച് ആർക്ക് ലെങ്ത് പ്രൊഡ്യൂസസ് പോപ്പിംഗ് സൗണ്ട്? പോപ്പിംഗ് സൗണ്ട് നേരത്തെ ഹമ്മിങ് സൗണ്ട് നമ്മൾ പഠിച്ചായിരുന്നു. പോപ്പിംഗ് സൗണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് ആർക്ക് ലെങ്തിലായിരിക്കും വരുന്നത്.
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിഫക്റ്റ് മാർക്ക്ഡ് ആസ് എക്സ്? അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു അണ്ടർ കട്ടാണ്. അപ്പോൾ ഈ അണ്ടർ കട്ട് ഉണ്ടാകുന്ന കാരണവും അതിൻ്റെ റെമഡീസും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു ചെക്ക് ദ ലീക്കേജ് ഓഫ് അസറ്റിലിൻ റെഗുലേറ്റർ കണക്ഷൻ? അപ്പോൾ ഇത് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അസറ്റിലിൻ റെഗുലേറ്റർ കണക്ഷൻ്റെ ലീക്കേജ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ? സോൾട്ട് വാട്ടർ ആണോ, പ്ലെയിൻ വാട്ടർ ആണോ, സോപ്പ് വാട്ടർ ആണോ, കെമിക്കൽ വാട്ടർ ആണോ യൂസ് ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് സോപ്പ് വാട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രൊസീജിയർ ഈസ് ഫോളോഡ് ടു കണക്ട് ദ സിലിണ്ടർ ടു ഗ്യാസ് റെഗുലേറ്റർ ഇൻ ഗ്യാസ് വെൽഡിംഗ്? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസ് റെഗുലേറ്റർ സിലിണ്ടറിലോട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽ ഫോർ ഫ്യൂ സെക്കൻഡ്, ഓപ്പൺ ദ വാൽ ഫോർ ലോങ്ങർ പീരീഡ്, നോ നീഡ് ടു ഓപ്പൺ ദ വാൽ ബിഫോർ കണക്ഷൻ, ഓപ്പൺ ദ വാൽ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് ടൈം എന്ന് പറയുന്ന ക്രാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽ ഫോർ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ. അതിൻ്റെ ആ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാനായിട്ട് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ വാട്ട് ഈസ് ദ കളർ ഓഫ് ലിക്വിഡ് ഓക്സിജൻ? ലിക്വിഡ് ഓക്സിജൻ്റെ കളർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് പെയിൽ ബ്ലൂ ആണ്. ഓക്കെ, പെയിൽ ബ്ലൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആർക്ക് ബ്ലോ? ആർക്ക് ബ്ലോയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് പുവർ ഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, പുവർ ഫ്യൂഷൻ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ലോങ് ആർക്ക് ഇൻ വെൽഡിംഗ്? ഇപ്പോൾ ലോങ് ആർക്ക്, ഷോർട്ട് ആർക്കിനെ കുറിച്ചും ലോങ് ആർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോർമൽ ആർക്ക് ലെങ്തിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ലോങ് ആർക്ക് ആണെങ്കിൽ അവിടെ ലെസ് പെനട്രേഷൻ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്മോൾ മെറ്റൽ പാർട്ടിക്കിൾസ് വിച്ച് ആർ ത്രോൺ ഔട്ട് ഓഫ് ദ ആർക്ക് ഡ്യൂറിങ് വെൽഡിംഗ്? അപ്പോൾ സ്മോൾ മെറ്റൽ പാർട്ടിക്കിൾസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ത്രോൺ ഔട്ട് ചെയ്യുന്ന ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് സ്പാറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. വിച്ച് ടെമ്പറേച്ചർ ലിക്വിഡ് ഓക്സിജൻ ബിക്കം സോളിഡ്? അപ്പോൾ ലിക്വിഡ് ഓക്സിജൻ സോളിഡ് ആയിട്ട് മാറുന്ന ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -218.4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പൊളാരിറ്റി ഈസ് യൂസ്ഡ് ഇൻ അലൂമിനിയം? അപ്പോൾ അലൂമിനിയത്തിൽ ഏത് പൊളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത് വെൽഡിങ്ങിൽ? അത് റിവേഴ്സ് പൊളാരിറ്റിയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 113 ക്വസ്റ്റ്യൻസ് ഡബിളിങ് കൂടാതെ 113 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻസ്പെക്ഷൻ്റെ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻസ്പെക്ഷൻ ഇൻ വെൽഡിംഗ്? നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഡിറ്റർമിൻ ഫോൾട്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് വെൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റേജസ് ആർ ദർ ഇൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ? വിഷ്വൽ ഇൻസ്പെക്ഷനിൽ എത്ര സ്റ്റേജാണ് NDT-യിലുള്ളത്? അത് 3 സ്റ്റേജസ് ആണ്. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഇസ് ജനറലി നോട്ട് യൂസ്ഡ് ഇൻ ഫൈനൽ പ്രോഡക്റ്റ്? ഇപ്പോൾ ഫൈനൽ പ്രോഡക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാത്തത് ഓപ്ഷൻ എ നോൺ ഡിസ്ട്രക്റ്റീവ്, സെമി ഡിസ്ട്രക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്, നോൺ ഡിസ്ട്രക്റ്റീവ് ആൻഡ് സെമി ഡിസ്ട്രക്റ്റീവ്. നമ്മൾ ഫൈനൽ പ്രോഡക്റ്റിൽ യൂസ് ചെയ്യാത്തത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമൺ വെൽഡിംഗ് ടെസ്റ്റ് പെർഫോംഡ് ഇൻ വർക്ക്ഷോപ്പ്? വർക്ക്ഷോപ്പിൽ ചെയ്യാറുള്ള കോമൺ വെൽഡിംഗ് ടെസ്റ്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ നിക്ക് ബ്രേക്ക്, ഫ്രീ ബെൻഡ്, ഫ്രാക്ചർ, ടെൻസൈൽ ടെസ്റ്റ്, ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ്, ഇമ്പാക്റ്റ് ആൻഡ് പാർട്ടിക്കിൾ ടെസ്റ്റ്. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന വെൽഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിക്ക് ബ്രേക്ക്, ഫ്രീ ബെൻഡ്, പിന്നെ ഫ്രാക്ചർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് കോമൺ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആർ ദർ? അപ്പോൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 3 ടൈപ്സ് ആണ് ഉള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഇസ് വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ്? ഇപ്പോൾ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ആണോ, NDT ആണോ, ഡിസ്ട്രക്റ്റീവ് ആണോ, നോൺ ഡിസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആണോ, പെർഫോമൻസ് ആണോ? വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ NDT മെത്തേഡ് യൂസിങ് സൗണ്ട് ആസ് എ സോഴ്സ്? NDT മെത്തേഡിൽ സൗണ്ട് ആയിട്ട് സോഴ്സ് യൂസ് ചെയ്യുന്ന ഏതാണ്? വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണോ, പ്രഷർ ടെസ്റ്റ് ആണോ, സ്റ്റെതസ്കോപ്പ് ടെസ്റ്റ് ആണോ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് ആണോ? അതെന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്റ്റെതസ്കോപ്പിക് ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാബ്രിക്കേഷൻ്റെ കോസ്റ്റിൻ്റെ കാര്യം, നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ, വെൽഡിംഗ്, ഫിനിഷിംഗ് ആണ്. നോക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് എ ടെസ്റ്റ് ഇൻ വിച്ച് ദ വെൽഡ് ക്വാളിറ്റി ഈസ് ടെസ്റ്റഡ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ജോബ്? അതായത് ആ വെൽഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ജോബ് ആണ്. അതിനെയാണ് NDT എന്ന് പറയുന്നത്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. വിച്ച് സ്റ്റേജ് ദ റൂട്ട് ക്യാപ്പ് ഈസ് സെറ്റ് ഇൻ വെൽഡിംഗ് പ്രോസസ്? ഏത് സ്റ്റേജിലാണ് റൂട്ട് ക്യാപ്പ് സെറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞായിരുന്നു ബിഫോർ വെൽഡിംഗ് സ്റ്റേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡു വി കട്ട് 2 mm ഡെപ്ത് ബൈ ഹാൻഡ് സോ ടു കണ്ടക്ട് നിക്ക് ബ്രേക്ക് ടെസ്റ്റ്? ഇപ്പോൾ നിക്ക് ബ്രേക്ക് ടെസ്റ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് നമ്മൾ ആ 2 mm ഡെപ്തിൽ കട്ട് ചെയ്യുന്നത്. കട്ട് ടു ബേസ് മെറ്റൽ ആണോ, കട്ട് അലോങ് ദ സെൻട്രൽ ലൈൻ ഓഫ് വെൽഡ് ആണോ, കട്ട് ടു വെൽഡ് മെറ്റൽ ആൻഡ് ബേസ് മെറ്റൽ ആണോ, ഡോൺ കട്ട് ടു മെറ്റൽ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കട്ട് അലോങ് സെൻട്രൽ ലൈൻ ഓഫ് വെൽഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടെസ്റ്റ് ദാറ്റ് ഗീവ്സ് ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് എലോങ്ങേഷൻ ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ? അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്തും എലോങ്ങേഷൻ ഓഫ് ടെസ്റ്റ് സ്പെസിമെനും തരുന്ന ടെസ്റ്റ് ഏതാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആൻഡ്
ഡക്റ്റിലിറ്റി ആണ്. ഓക്കെ. വിച്ച് ഈസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് വിത്തൗട്ട് ഡാമേജിങ് ദ ജോബ്? ഓപ്ഷൻ എ വിത്ത് ഡാമേജിങ് ആൻഡ് വിത്ത് ഡിസ്ട്രെയിനിങ്, നിക് ബ്രേക്ക് ടെസ്റ്റ്, ഫ്രീ ബെൻഡ് ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ വിത്തൗട്ട് ഡാമേജിങ് ദ ജോബ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൽഡിംഗ് കോസ്റ്റ് ആണ്. ആവശ്യമില്ല, ആ ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെസ്റ്റ് ടു ഫൈൻഡ് വെൽഡ് ഡിഫക്ട് യൂസിങ് സൗണ്ട് വേവ്സ് എക്കോ ഡിസ്പ്ലേഡ് ഓൺ കാലിബ്രേറ്റഡ് സ്ക്രീൻ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്പെക്ഷനിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും വിട്ടുകളയാനില്ല. സ്റ്റെതസ്കോപ്പിക് ടെസ്റ്റ് ആണോ, റേഡിയോഗ്രാഫിക് ആണോ, അൾട്രാസോണിക് ആണോ, ലിക്വിഡ് പെനിട്രേഷൻ ആണോ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അൾട്രാസോണിക് ടെസ്റ്റ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ടെസ്റ്റ് ഇഫ് ദ വെൽഡ് സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ എക്സ്റേ യൂണിറ്റ് ആൻഡ് ഫിലിം? എക്സ്റേ യൂണിറ്റിന്റെയും ഫിലിമിന്റെ ഇടക്കായിട്ട് സ്പെസിമെൻ വെക്കുന്നത് റേഡിയോഗ്രാഫിക് ടെസ്റ്റിലാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെസ്റ്റ് ടു ഫൈൻഡ് ദ ഇന്റേണൽ ഡിഫക്ട് ഓഫ് എ വെൽഡ്മെൻ ഇഫ് എക്കോ ട്രാൻസ്മിറ്റഡ് ബൈ സൗണ്ട് വേവ്സ് ഡിസ്പ്ലേഡ് ഓൺ എ കാലിബ്രേറ്റഡ് സ്ക്രീൻ ടെസ്റ്റിംഗ് യൂണിറ്റ്? അതിന്റെ ആൻസർ അൾട്രാസോണിക് ടെസ്റ്റ് തന്നെയാണ്. വാട്ട് ആർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റിന്റെ ആണ്, ആവശ്യമില്ല. വാട്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ വെസൽസ്, ടാങ്ക്സ് ആൻഡ് പൈപ്പ് കണ്ടെയ്നിങ് പ്രഷർ? അപ്പോൾ വെസൽസ്, ടാങ്ക്, പൈപ്പ് കണ്ടെയ്നിങ് പ്രഷർ, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലീക്ക് അല്ലെങ്കിൽ പ്രഷർ ടെസ്റ്റ് ആണ്. ഓക്കെ. ലീക്ക് അല്ലെങ്കിൽ പ്രഷർ ടെസ്റ്റ്. വാട്ട് ഈസ് ദ NDT മെത്തേഡ് യൂസ് ടു ഡിറ്റക്ട് സർഫസ് ആൻഡ് സബ് സർഫസ് ഡിഫക്റ്റ് ഓൺ ഫെറസ് മെറ്റൽസ് യൂസിങ് അയൺ പൗഡർ? അയൺ പൗഡർ ആണ്, പവർ അല്ല. ഓക്കെ. അയൺ പൗഡർ ഉപയോഗിച്ചിട്ട് ഫെറസ് മെറ്റൽസിന്റെ സർഫസ് ഡിഫക്റ്റും സബ് സർഫസ് ഡിഫക്റ്റും നമ്മൾ കണ്ടുപിടിക്കുന്നത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ. വാട്ട് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഈസ് ഡൺ യൂസിങ് കളർഡ് ഡൈ ആൻഡ് ഫ്ലൂറസെന്റ് ലിക്വിഡ് ടു ഫൈൻഡ് ദ മൈന്യൂട്ട് ക്രാക്ക്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലിക്വിഡ് പെനട്രേഷൻ ടെസ്റ്റ് ആണ്. ഡൈസും ഫ്ലൂറസെന്റ് ലിക്വിഡും. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് നോക്കാനുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ചെയ്ത വെൽഡിംഗ് MCQ സെഷനും കൂടെ കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സെഷൻ അവൈലബിൾ ആണ് വെൽഡിങ്ങിൻ്റെ, അതും കൂടെ കാണുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ടൈം റിവൈസ് ചെയ്യാനും MCQസും ഹാൻഡിൽ ചെയ്യുക. ലാസ്റ്റ് ഒരു 2-3 ഡേയ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ നിമി ടെക്സ്റ്റ് വായിക്കുക. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ വായിക്കുക. അതിൽ നിന്നെല്ലാം ഓരോ പോയിന്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിമി ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കടന്നു വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ ഈ സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനിയും ഓരോ എക്സാംസിന് ഇതേപോലെ ഫ്രീ കോച്ചിങ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.